പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ. കൂടിക്കാഴ്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അബ്ദുൽ ജബ്ബാർ വളത്തൂർ. ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിയെയാണ് നമുക്ക് നമ്മുടെ കൂടിക്കാഴ്ചയിൽ അതിഥിയായി കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഏറെ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ബഹുമാന്യനായ അഷ്റഫ് മൗലവിയാണ്. മലയാളികളുടെ ഇടയിൽ അഷ്റഫ് മൗലവി എന്നും മദീനയിലുള്ള സ്വദേശികളുടെ ഇടയിൽ മുഹമ്മദ് അഷ്റഫ് അലി മലൈഭാരി എന്ന പേരിലും അറിയപ്പെടുന്ന അഷ്റഫ് മൗലവിയാണ് നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. അൽഹംദുലില്ലാഹ് ഏറെ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ദമാമിൽ ഒരു ഹ്രസ്വ സന്ദർശനാർത്ഥം ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ കാണിച്ച മനസ്സിന് ആദ്യമായി നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തെ പീസ് റേഡിയോ മാനേജ്മെൻറ്റിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അറിയാം, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് എന്നതുകൊണ്ടും അഷ്റഫ് മൗലവിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഒട്ടനവധി മേഖലകളിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ള സമയത്തിൽ മാക്സിമം കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കേൾക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ആ പ്രോഗ്രാം അവതരിപ്പിക്കാനും അത് കേൾക്കാനും ഉള്ള ഒരു സൗഭാഗ്യം റബ്ബിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഉസ്താദിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. പീസ് റേഡിയോ തയ്യാർ ചെയ്യുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കളമൊരുക്കിയ എല്ലാവർക്കും ആദ്യമായിട്ട് അള്ളാഹുവിന് നന്ദി പ്രകടനം നടത്തുകയും ശേഷം ഇതിനു വേണ്ടി കളമൊരുക്കിയ സഹോദരന്മാർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്നും അവർക്ക് ശുക്രൻ ജസീലൻ എന്ന് നന്ദി പ്രകടനം സമർപ്പിക്കുകയും ചെയ്യുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ മൗലവി നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മലയാള ഭാഷ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. വർഷങ്ങളായി സൗദി അറേബ്യയിൽ താമസിക്കുന്നത് കൊണ്ടും ഈ അറബികളുമായി ഉള്ള ബന്ധം കാരണമൊക്കെ മലയാള ഭാഷയിൽ കുറച്ച് പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൗലവിയോട് പറഞ്ഞത്, നിങ്ങൾ അറിയുന്ന ഭാഷ, ആ ഭാഷയാണ് ഞങ്ങൾക്ക് ആവശ്യം, അതേ ഭാഷയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മൗലവിയെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി മൗലവിയെ പരിചയപ്പെടുത്തുകയാണ്. കാസർഗോഡ് സ്വദേശിയായ അഷ്റഫ് മൗലവി വളരെ ചെറുപ്പത്തിലാണ് ഇവിടെ മദീനയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിതം തുടങ്ങിയിട്ടുള്ളത്. മൗലവി വളരെ ചെറുപ്പത്തിൽ സൗദി അറേബ്യയിലേക്ക് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുമോ? സൗദി അറേബ്യയിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഹജ്ജിന് വേണ്ടിയാണ് വന്നത്. വരുന്നതിന് മുമ്പ് കേരളത്തിലുള്ളതായ പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂളിൽ കഴിഞ്ഞതിൻ്റെ ശേഷം പള്ളി ദർസുകളിൽ പഠനം നടത്തിയതിൻ്റെ ശേഷം നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടത്തിൽ 50 കൊല്ലം 60 കൊല്ലം മുമ്പൊക്കെ ഉപരിപഠനം നടത്താൻ വേണ്ടി പോകാറുള്ള സ്ഥാപനങ്ങളിൽ പെട്ടതാണ് ജാമിയ അൽ ഇസ്ലാമിയ ദെയ്യുബന്ദ് ദാറുൽ ഉലൂം. എവിടെയാണത്? അത് വടക്കേ ഇന്ത്യയിൽ സഹാറംപൂർ ഡിസ്ട്രിക്റ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് മാറിയെന്നറിയില്ല. അത് ഡൽഹിയിൽ നിന്നിട്ട് 90 കിലോമീറ്റർ അകലെയാണ്. അവിടെ ചെന്ന് ബിരുദം നേടുകയും ശേഷം ഹജ്ജ് സീസൺ വന്നതുകൊണ്ട് ഹജ്ജിന് വേണ്ടി 70-71 വിശുദ്ധ മക്കയിലേക്ക് എത്തുകയും ചെയ്തു. അവിടുന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിൽ ഷെയ്ഖ് സഅദുദ്ദീൻ അഹമ്മദ് എന്ന മലബാരി എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ്റെ അമ്മോച്ചനായി പിന്നെ മാറിയതായ അദ്ദേഹവുമായിട്ട് ബന്ധം പുലർത്താനും പരിചയപ്പെടാനും സാധിച്ചു. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ടി.കെ. ഉബൈദ് സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സാഹിത്യകാരുണ്ടായിരുന്നു. കേരളത്തിൽ പരിചയമുണ്ടായിരിക്കും. ടി. ഉബൈദ് സ്മാരകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ.
അദ്ദേഹം ഒരു എഴുത്ത് തന്നിരുന്നു സഅദി മൗലവിയെ കാണാൻ. അങ്ങനെ എഴുത്തിലൂടെ സഅദി മൗലവി ഷെയ്ഖ് ഇബ്നു ബാസുമായിട്ട് ബന്ധപ്പെടുത്തി. കാരണം ഞാൻ അവിടെ ചെന്നത് ഹജ്ജിന് വേണ്ടിയാണെങ്കിലും മദീന യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്താൻ സാധിക്കുമെന്ന ഒരാഗ്രഹം ഹൃദയത്തിൽ വരുന്നുണ്ട്. ആ ആഗ്രഹം പുലർത്താൻ വേണ്ടി ഈ എഴുത്ത് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ സഅദി മൗലവിയെ കാണാൻ വേണ്ടി ചെല്ലുകയും ചെയ്തു. അവിടെ മുതലാണ് പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേരാനുള്ള ഏർപ്പാട് ഷെയ്ഖ് ഇബ്നു ബാസിലൂടെ ഷെയ്ഖ് ഇബ്നു ബാസിനെ നേരിട്ട് കാണുകയും ഇന്ത്യയിലേക്ക് അയച്ചതായ 4 വിസയുടെ ഉടമകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ഈ വർഷത്തിൽ. കാരണം അന്നത്തെ അത് ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിലെ വിജയിച്ച ഭരണം തുടങ്ങിയ ആദ്യ വർഷമാണ്. അപ്പോൾ അവരുടെ പ്രഖ്യാപനമായിരുന്നു ഉപരിപഠനം നടത്താൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ജാമിയ മില്ലിയും അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടല്ലോ. അങ്ങനെ വിസ മടങ്ങി വന്നിരുന്നു. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, ഒരു വിസ നിനക്ക് ഞങ്ങൾ അയച്ചു തരാം, പക്ഷേ ഇന്ത്യ അല്ലാത്ത വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ വിവരം അറിയിച്ചാൽ മതി. അങ്ങനെ ഞാൻ മടങ്ങി വന്നു. ഞാൻ പോയത് കപ്പലിലാണ്, ബോംബെയിൽ നിന്നിട്ട് ഞാൻ പോയത് കപ്പലിലായിരുന്നു. എന്നിട്ട് അതിന് ശേഷം നാട്ടിലേക്ക് എത്തിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ദൈവബന്ധത്തിൽ നിന്ന് പാസ്സായി വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. അത് കാരണത്തല്ല അവിടെ കാസർഗോഡുള്ള പണ്ടത്തെ 40 കൊല്ലം ഖാദിയായിരുന്ന ഹാജി എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ വെളിമുക്കുകാരൻ, അദ്ദേഹം എന്നെ അവിടെ ക്ലാസ് പള്ളിയിൽ, കന്നാടി പള്ളി എന്ന് പറയും ടൗണിൽ, ആ പള്ളിയിൽ എന്നെ ഇമാമാക്കി നിർണയിച്ചു. അങ്ങനെ അവിടുത്തെ ഇമാമത്തൊക്കെ നിർവഹിച്ചതിൻ്റെ ശേഷം ദ്വാരക എന്ന കപ്പലിൽ കയറിയിട്ട് ബസറയിലേക്ക് പോയി. അന്ന് പ്ലെയിനിൽ കൂടി ആരും യാത്ര ചെയ്യലില്ല കോടീശ്വരന്മാരല്ലാതെ. ഹജ്ജിനും വരലില്ല പ്ലെയിനിൽ കൂടി. ആ കാലഘട്ടത്തിൽ വളരെ ദുർലഭമാണ് ഹജ്ജിന് വരിക. അങ്ങനെ ബസറയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ വിട്ടുകടന്നു. അക്കൂട്ടത്തിൽ ചില സ്ഥലത്ത് ഇറങ്ങാനും സാധിച്ചു, ബഹ്റൈൻ പോലത്തെ നാടുകളിൽ. എന്നിട്ട് ഖുറുംഷഹർ എന്ന് പറയുന്ന ഇറാൻ തുറമുഖം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബസറയിലേക്ക് എത്തി. അങ്ങനെ ബസറയിൽ നിന്നിട്ട് അറബ് രാഷ്ട്രങ്ങൾ കറങ്ങാനുള്ള ചാൻസൊക്കെ കിട്ടി. കൂഫയും ബസറയും, അത് കഴിഞ്ഞ് ഹലബ്, ഹെമ, ഹിംസ് പോലത്തെ നാടുകളൊക്കെ. ഈ ടൈം ആവാൻ വേണ്ടിയാണത്. ഏത് ടൈം? വിസയുടെ ടൈം. വിസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പുതിയ വിദ്യാഭ്യാസം തുടങ്ങുന്ന വർഷത്തിലേക്ക് വിസ കിട്ടുന്നവരെ. അപ്പോൾ അങ്ങനെ ഹെമ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തിയപ്പോൾ ഡമസ്കസിന് അല്പം മുമ്പാണ് വിസ വന്നു. അങ്ങനെ അവിടെയുള്ളതായ ഡമസ്കസിലുള്ളതായ സൗദി അറേബ്യൻ എംബസിയിൽ നിന്നിട്ട് വിസ കരഗതമാക്കുക ടിക്കറ്റും വന്നിരുന്നു. അങ്ങനെ അവിടുന്ന് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ പ്ലെയിൻ കയറുന്നത് ഡമസ്കസ് ടു അൽ മദീനയിലാണ്. അങ്ങനെയാണ് മദീനയിലേക്ക് എത്തിയത്. ഞാൻ ചോദിക്കുന്നത്, എത്രാമത്തെ വയസ്സിലായിരുന്നു നമ്മളുടെ ഈ ഒരു ഹജ്ജിന്? അത് 21ാമത്തെ വയസ്സിലായിരുന്നു. 21ാമത്തെ വയസ്സിൽ ഹജ്ജ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അത് റബ്ബ് സാധിപ്പിച്ചു തന്നു. അതിലൂടെ ഷെയ്ഖ് ഇബ്നു ബാസിനെ കാണാൻ കഴിഞ്ഞു. എന്നിട്ട് സൗദി അറേബ്യയിലേക്കുള്ള വഴി തുറന്നു വന്നു. ഇവിടെ നമ്മൾ മൗലവി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പിന്നെ പടച്ചവൻ്റെ ഒരു തീരുമാനം അതെങ്ങനെയായാലും നടപ്പിലാവും എന്ന് തന്നെയാണല്ലോ. നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് സൗദിയിലേക്ക് വരാനുള്ള കുട്ടികൾ വിദ്യാഭ്യാസത്തിനുള്ള അനുവാദം നിഷേധിച്ചെങ്കിൽ പോലും ഈ ഒരു വഴിയിലൂടെ തൗഫീഖ്. അവിടെ സൗദിയിൽ വന്നതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം പിന്നെ അവിടുത്തെ നിയമമനുസരിച്ച് BA, ബക്കലോറിയസ്, പിന്നെ MA, ഡോക്ടറേറ്റ്, അതൊക്കെ അവിടെ തന്നെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 12 വർഷത്തിലൂടെ 4 വർഷം നടത്തി. അതിനിടക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഹറമിൽ ക്ലാസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മോച്ചനായി പിന്നെ മാറിയതായ സഅദി മൗലവി അവിടെ ആദ്യം ഹറമിൽ, അദ്ദേഹം സൗദിയാണ്, അബ്ദുസ്സമദ് വലിയ പോലെ തന്നെ സഅദി മൗലവി അവിടെ ക്ലാസ് എടുക്കുകയായിരുന്നു. അയാൾക്ക് പകരം ഞാൻ ക്ലാസ് ആരംഭിച്ചു. അത് എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഏകദേശം ഞാൻ ഹറമിൽ ക്ലാസ് ആരംഭിച്ചത്. സ്വദേശികൾക്കും വിദേശികൾക്കും എല്ലാവർക്കും ക്ലാസ് ആയിരുന്നു? അല്ല, അനുവാദം കിട്ടുന്നവർക്ക് മാത്രം. എനിക്ക് അവിടുന്ന് അനുവാദം വാങ്ങി തന്നു. ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് അവിടെ മുമ്പിലിരിക്കുന്ന സദസ്യർ. ഹജ്ജ് സീസണിൽ 6 മാസം, പണ്ടത്തെ ഹജ്ജ് സീസൺ എന്ന് പറഞ്ഞാൽ 6 മാസം
മാസം 7 മാസം നീണ്ടു നിൽക്കും. ഇന്നത്തെ കാലഘട്ടം മാതിരി 20 ദിവസമല്ല ഹജ്ജ് സീസൺ. അന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് ഷാബാൻ മാസത്തിൽ വന്നാൽ കപ്പലിലാണല്ലോ വരിക. എന്നിട്ട് മുഹറം സഫർ വരെ ഉണ്ടാവും ഹാജിമാർ. അപ്പോൾ ഏത് സമയത്ത് കൊല്ലത്തിൽ അധിക ഭാഗവും മക്കയിലും മദീനയിലും ഹറമിലും വിദേശികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെയാണ് ക്ലാസ്. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. ഉറുദു അറിയുന്നവർ ആണ് സദസ്സിലുള്ളതെങ്കിൽ ഹജ്ജ് സീസണല്ലേ, നമ്മൾ കൺട്രോളിലല്ലോ. അവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കും. പിന്നെ അറബികളാണെങ്കിൽ അറബി ഭാഷയിൽ സംസാരിക്കും. അങ്ങനെയാണ്. ഈ 21 വയസ്സിൽ സൗദിയിലേക്ക് പോരുമ്പോൾ ബാക്കിയുള്ള ഉപ്പ ഉമ്മയൊക്കെ നാട്ടിലായിരുന്നോ? ഇല്ല, എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ ഞാൻ സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. കുടുംബം ആസകലമുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പിലാണ് എൻ്റെ ജന്മഭൂമി, തെരുവത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടി ഉബൈദ് സാഹിബിനെ പോലത്തെ പേരെടുത്ത ആൾക്കാരൊക്കെ നമ്മളുടെ തറവാട്ടിൽപ്പെട്ട ആൾക്കാരാണ്. അള്ളാഹു നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്. ഈ സൗദി അറേബ്യയിൽ വന്ന് ഈ ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറഞ്ഞല്ലോ, എന്തിൻ്റെ വിഷയത്തിലായിരുന്നു ആ ഡോക്ടറേറ്റ് എന്ന്? അത് MA എഴുതിയത് നവാസിഖുൽ ഖുർആൻ എന്ന ഇബ്നുൽ ജൗസി എഴുതിയതായ ഗ്രന്ഥത്തെ ആധാരമാക്കിയിട്ട് അതിനെ തഹ്ഖീഖ് നടത്തിയതായിരുന്നു. ആ പുസ്തകം ഞാൻ തഹ്ഖീഖ് നടത്തിയ ശേഷം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 3 തവണ അച്ചടിക്കുകയും ചെയ്തു. അത് 2 വാള്യമാണ് ആദ്യം അച്ചടിച്ചത്, പിന്നെ 1 വാള്യത്തിൽ ഒതുക്കി. അതിപ്പോൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് നവാസിഖുൽ ഖുർആൻ എന്ന ഞാൻ MAക്ക് വേണ്ടി എഴുതിയതായ പുസ്തകം. അതുപോലെ തന്നെ ഡോക്ടറേറ്റിന് വേണ്ടി എഴുതിയത് അഹമ്മദ് ബിൻ ഇബ്രാഹിം അസ്സാലബി എന്ന ഒരു ഇമാം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതായ 427 മരിച്ചതായ അല്ലാമ അഹമ്മദ് ബിൻ ഇബ്രാഹിം അസ്സാലബി എന്ന പണ്ഡിതൻ്റെ അൽ കശ്ഫ് വൽ ബയാൻ അൻ തഫ്സീർ അൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിനെ ആധാരമാക്കിയിട്ടായിരുന്നു. അതിപ്പോൾ 32 വാള്യത്തിൽ ആ ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ 32 വാള്യത്തിൽ പുറത്തിറങ്ങിയ ആ ഗ്രന്ഥം കയ്യെഴുത്ത് കൃതിയായിരുന്നു 1000 കൊല്ലം. 1000 കൊല്ലം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത പുറത്തിറങ്ങാത്ത ആ ഗ്രന്ഥത്തിനെ പരിചയപ്പെടുത്തലായിരുന്നു ഞാൻ എൻ്റെ ഡോക്ടറേറ്റിന് വേണ്ടി എഴുതിയതായ തീസിസിൽ കൂടി ചെയ്തിരുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അത് എന്തുകൊണ്ട് ഇതുവരെ പുറത്തിറങ്ങിയില്ല, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ ഉടമ ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്, അങ്ങനെയുള്ള പഠനമാണ് വിശാലമായ. അതുകൊണ്ട് തന്നെ ഈ 32 വാള്യം ഗ്രന്ഥത്തെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികൾ ഡോക്ടറേറ്റിനും MAക്ക് വേണ്ടി ഉപയോഗിച്ച പുസ്തകം പുറത്തിറങ്ങി. ആ പുസ്തകം പുറത്തിറക്കിയപ്പോൾ എൻ്റെ പഠനത്തെ ആധാരമാക്കിയിട്ടാണ് അവർ ആ 32 വാള്യം പുറത്തിറക്കിയത്. അൽഹംദുലില്ലാ. ഈ ഇത്രയും വർഷം സൗദി അറേബ്യയിലെ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠനവും ഉണ്ടായിരുന്നു, ജോലിയും ഉണ്ടായിരുന്നു. ജോലി ഏത് മേഖലയിലായിരുന്നു? മദീന യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്ത കാലഘട്ടത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മദീന യൂണിവേഴ്സിറ്റിയുടെ അകത്ത് സ്ഥലമില്ലാത്തത് കാരണത്താൽ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പുറത്ത് ഹറമിൻ്റെ പരിസരത്തിൽ കെട്ടിടങ്ങൾ അവർക്ക് 400 പേര് 500 പേരൊക്കെ ഓരോ കെട്ടിടത്തിൽ താമസിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ മേലിൽ ഇഷ്റാഫ് നടത്തുന്ന ജോലി 2.5 കൊല്ലത്തോളം ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരുന്ന കാലഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. ഇഷ്റാഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗൈഡായിട്ട്, അവർക്ക് ഉപദേഷ്ടാവായിട്ട് അവരെ നിയന്ത്രിക്കുക, ചുരുക്കത്തിൽ അവരെ ശരിക്കും പരിശോധിക്കുകയും അവരുടെ പോക്കുവരവ് വീക്ഷിക്കുകയും അവർക്ക് വേണ്ട നസിഹത്തുകളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുക. ഈ ഒരു മദീനയിൽ വന്ന് പഠനം തുടങ്ങിയതിന് ശേഷമാണ് വിവാഹം ഒക്കെ നടന്നത്. ഇപ്പോൾ പറഞ്ഞാലും അത് രസകരമായ ഒരു സംഭവമാണ്. ഈ സഅദുദ്ദീൻ മൗലവിക്ക് തന്ന എഴുത്തുണ്ടല്ലോ, ഇത് ടി ഉബൈദ് സാഹിബ്, ആ എഴുത്തുമായിട്ട് സഅദുദ്ദീൻ മൗലവിയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. അന്വേഷിച്ച് കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഒരു കുട്ടി 10 വയസ്സുള്ള ഒരു കുട്ടി ഇറങ്ങി. ആ കുട്ടി വാതിൽ തുറന്നു. ആ കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അൽഹംദുലില്ലാ. ഇപ്പോൾ സൗദിയിൽ മക്കളൊക്കെ അവർ നാഷണാലിറ്റി ഉള്ളവരാണ്. എൻ്റെ മക്കൾ എന്നിട്ട് പലരും നാഷണാലിറ്റി ഉള്ളവരാണ്. അൽഹംദുലില്ലാ. ഈ അന്ന് ജോലി ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷമായാലും ഇപ്പോൾ ഓർമ്മയിലുള്ള ആളുകളെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ പറ്റില്ല? ഡോക്ടറേറ്റ് എടുത്ത ശേഷമാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ജോലിയിൽ ഏർപ്പെട്ടത്. അതാണ് മർക്കസ് ഖിദ്മത്ത് സുന്ന എന്ന് പറയുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും വസാറത്ത് ഷൂൻ ഇസ്ലാമിയുടെ കീഴിലുമുള്ളതായ ഒരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിൽ ഹദീസ് കമ്പ്യൂട്ടരീകരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ വലിയ അത്ഭുതമാണ് ഹദീസ് കമ്പ്യൂട്ടരീകരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം 40 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടറിൽ കണ്ടുപിടിച്ച ഉടനെയാണ്. അപ്പോൾ ഹദീസിനെ കമ്പ്യൂട്ടറിൽ കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ആ പണി ആരും ചെയ്തിട്ടില്ല. വളരെ ചുരുക്കം ആൾക്കാരെ
ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതായ ഒരു കമ്പ്യൂട്ടറീകരിക്കുക എന്നത് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ അവിടെയാണ് നടന്നിരുന്നത്. മർക്കസ് ഖിദ്മത്ത് സുന്നയിൽ അത് ഹദീസ് റിപ്പോർട്ടകന്മാരിൽ നിന്നിട്ട് ആയിരക്കണക്കിൽ നമ്മുടെ റിപ്പോർട്ടകന്മാരുണ്ടല്ലോ, ആ റിപ്പോർട്ടകന്മാരുടെ ഹിസ്റ്ററി ഉൾക്കൊള്ളുന്നതായ നൂറുകണക്കിന് വാല്യങ്ങൾ കമ്പ്യൂട്ടറിൽ കയറ്റിയതിൻ്റെ ശേഷം അതിനെ ഇൽമിയായിട്ട് വിജ്ഞാനപരമായിട്ടുള്ളത് പരിശോധന നടത്തലായിരുന്നു ഞങ്ങളുടെ ജോലി. അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? എല്ലാ രൂപത്തിലുള്ളതായ വീഴ്ചകളും നെഗറ്റീവ്, കാരണം അത് പിൻകാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ബട്ടൺ അടിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ ഓരോ നമ്മുടെ നേതാക്കളുടെ ചരിത്രങ്ങൾ, അതങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ റിസൾട്ടായിട്ടാണ് അത് ലഭിക്കുന്നത്. ഒരു വലിയ സംഘം തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഷെയ്ഖ് സഫീർ റഹ്മാൻ മുബാറക് പൂരി എന്ന് പറയുന്ന റഹീഖുൽ മഖ്തൂമി എന്ന സീറയുടെ ഗ്രന്ഥത്തിൻ്റെ ഉടമ സൗദി അറേബ്യയിൽ നിന്നിട്ട് അവാർഡ് കിട്ടിയതായ ഒരു ഗ്രന്ഥമാണ് 50 കൊല്ലം മുമ്പ്. അയാൾ മരണപ്പെട്ടു പോയി. ആ ഷെയ്ഖ് സഫീർ റഹ്മാൻ മുബാറക് പൂരി എന്ന പണ്ഡിതൻ എൻ്റെ കൂടെ മർക്കസ് ഖിദ്മത്ത് സുന്നയിൽ വർക്ക് ചെയ്ത ഇന്ത്യൻ പണ്ഡിതനാണ്. ഇന്ത്യൻ പണ്ഡിതനാണ്. ഓക്കെ. ഈ ഒരു പ്രവർത്തനം അൽഹംദുലില്ലാ സൗദി ഗവൺമെൻറ് ചെയ്ത നല്ലൊരു കാര്യം. അതില്ലെങ്കിൽ ഒരുപാട് വീഴ്ചകൾ ഇന്ന് സംഭവിക്കുക. അത് ഒരു ആദ്യത്തെ ഖതവാത്താണ്, പല ഗഡുക്കളായിട്ടാണ് സംഭവിച്ചത്. അതോടൊപ്പം പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചു, ഇതിനെ സഹായകമാക്കുകയും ചെയ്തു. ഞങ്ങൾ ചെയ്തിരുന്നതായ ആ പ്രവർത്തനത്തെ അവർ സഹായകമാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ പേരിൽ മർക്കസ് ഖിദ്മത്ത് സുന്നയുടെ പേരിൽ അത് പുറത്തിറങ്ങിയിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാകുമ്പോൾ അങ്ങനെയാണല്ലോ. അതപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് അവരിൽ നിന്നിട്ട് പലരും അത് ആ രീതി, ആ രൂപം മനസ്സിലാക്കിയെടുത്തു. എങ്ങനെയാണ് ഹദീസ് കമ്പ്യൂട്ടറീകരിച്ച് കഴിഞ്ഞാൽ അതിലുള്ള നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി അതിലുള്ള ഹദീസ് റിപ്പോർട്ടകന്മാരെക്കുറിച്ച് നമുക്ക് അവരുടെ ഹിസ്റ്ററി പഠിക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്താണ്, ഒരു ഹദീസിൽ അല്ലെങ്കിൽ ഇൽമുൽ ഹദീസ് എന്ന വിശാലമായ ഇൽമുൽ ഹദീസിൽ റസൂലുള്ളാഹി അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എല്ലാ ചലനങ്ങളും എത്ര പ്രാവശ്യം ഉജ്ജിരിച്ചു എന്നൊക്കെ കമ്പ്യൂട്ടറോട് ചോദിച്ചാൽ മറുപടി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അന്ന് വലിയ അത്ഭുതമായിരുന്നു. ഇന്നൊരു അത്ഭുതമല്ല അത്, മനസ്സിലായില്ല. ആ കാലഘട്ടത്തിൽ വലിയ അത്ഭുതമായിരുന്നു. അതിനൊക്കെ ഉള്ള എല്ലാ ഏർപ്പാടുകളും റുമൂസുകൾ എന്ന് പറയും അറബി ഭാഷയിൽ, സിഗ്നലുകൾ നൽകിയിട്ട് അതിനെ ജനങ്ങൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കൂടി ഹദീസ് ശേഖരിക്കാൻ, ഹദീസ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ, റസൂലുള്ളാഹിന്റെ ജീവിത രീതി കണ്ടുപിടിക്കാൻ സാധിക്കാൻ എന്ത് വേണം എന്നത് ഈ പഠനം നടത്തിയിട്ട് ഈ പഠനത്തിൻ്റെ റിസൾട്ട് ആയിട്ടാണ് പിൻകാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടത്. ഈ ഒരു വിഷയത്തിൽ ഒരു സംശയം ചോദിച്ചോട്ടെ മൗലവി. ഇത് അറബി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ചരിത്രം എത്ര പ്രാവശ്യം ചിരിച്ചു എന്നൊക്കെ എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. പിൻകാലഘട്ടത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടു, അവൈലബിൾ ആണല്ലോ. ചിലപ്പോൾ ഇപ്പോൾ എല്ലാ ഭാഷയിലും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അറബിയിൽ മാത്രമാണ് അത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സാന്ദർഭികമായി പറയുകയാണ്, ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ, പഴയ ഗ്രന്ഥങ്ങളെല്ലാം ശേഖരിച്ച് അത് കമ്പ്യൂട്ടറിലേക്ക്, അതൊരു വലിയ ടാസ്ക് ആണല്ലോ. ഇന്ന് പലപ്പോഴും നമ്മൾ പല നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകളും പല ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത്തരക്കാരോട് ആ ഒരു വിഷയത്തെക്കുറിച്ച് മൗലവിക്ക് എന്താണ് അവരോട് റേഡിയോ എന്ന മാധ്യമത്തിലൂടെ പറയാനുള്ളത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ പലപ്പോഴും അന്നാസു അദാഉ മാ ജഹിലു എന്നാണ് അറബി പഴമൊഴി. മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണെന്നാണ്. അപ്പോൾ അതാണ് അതിന് ഏറ്റവും വലിയ കാരണം. എന്നല്ലാതെ ഞങ്ങൾ ഈ ജോലി തുടങ്ങാൻ, ഈ മർക്കസ് ഖിദ്മത്ത് സുന്നയുടെ ജോലി തുടങ്ങാൻ വേണ്ടി അറബ് രാഷ്ട്രത്തിലും അനറബ് രാഷ്ട്രത്തിലും ഇന്ത്യയിലടക്കം എവിടെയെല്ലാം നമ്മുടെ അമൂല്യ ഗ്രന്ഥങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അവിടേക്കെല്ലാം സൗദി ഗവൺമെൻറ് ലക്ഷക്കണക്കിന് റിയാലുകൾ ചിലവഴിച്ചിട്ട്, ഡോളറുകൾ ചിലവഴിച്ചിട്ട് ആൾക്കാരെ അയക്കാറുണ്ടായിരുന്നു. കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എന്നിട്ട് ഇത് ശേഖരിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ തന്നെ 1000-ഓളം കോപ്പി ഖുർആൻ, ബുഖാരിയുടെ 1000-ഓളം കോപ്പി ലോകത്തിൽ വ്യാപകമായി കിടക്കുന്ന വ്യത്യസ്ത കോപ്പികൾ ശേഖരിക്കാൻ, അത് എവിടെയൊക്കെ ഉണ്ട്, ഏത് നമ്പറിലാണ് എന്നൊക്കെ ഞങ്ങൾ ക്രോഡീകരിച്ച് അതിൻ്റെ എല്ലാ മാലൂമാത്തുകൾ, വെറും ബുഖാരിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ മുസ്ലിം, ഇബ്നു മാജ, നസായി, തുർമുദി പോലത്തെ ഗ്രന്ഥങ്ങളുടെ എല്ലാം ആധികാരിക അമൂല്യ ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് കൃതികൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന് പഠനം നടത്തിയ ശേഷം അതിൽ നിന്നിട്ട് ശേഖരിക്കാൻ പറ്റുന്നതിന് ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജോലി തന്നെ ആരംഭിച്ചത്.
മൗലവി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഒരു മൗലവി പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാനടക്കം അതിൽ പോയിരുന്നു എന്ന്. ഞാൻ ഈ ഈജിപ്തിലേക്ക് അവരാവശ്യപ്പെട്ടതായ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയിരുന്നു. അതുപോലെ അവിടെയുള്ള പല പ്രവർത്തകന്മാരും അതിനായി പോയി അതിനു വേണ്ടി മനക്കെട്ട് പ്രയാസപ്പെട്ട് ശേഖരിച്ചെടുത്തതാണിത്. അപ്പോൾ അത് ഇത്രയും കോപ്പികൾ പണ്ട് കാലഘട്ടത്തിൽ പ്രിന്റിംഗ് പ്രസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ 1000 കൊല്ലം മുതൽക്കേ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരു തലമുറ, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വരുന്ന ആൾക്കാർക്ക് ആ ഗ്രന്ഥം ഉപയോഗിക്കണമെങ്കിൽ അത് ചെതൽ പിടിച്ച് കാണും. അപ്പോൾ എന്ത് വേണ്ടി വരും? അതിനെ കോപ്പി അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുക്കലേക്ക് എത്തുമ്പോൾ 6, 7, 8 തവണയൊക്കെ ചിലപ്പോൾ ബുഖാരിയുടെ കോപ്പി അടിച്ച് കാണും. ചിലപ്പോൾ ഒറിജിനൽ തന്നെ ഉണ്ടാവും. ഒറിജിനൽ അവിടെ ഉള്ളതോടുകൂടി പരിവർത്തനങ്ങളൊക്കെ വന്ന് കാണും. അതിനെല്ലാം ഇത് പഠനം നടത്തി അതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, വല്ലതും വീണു പോയിട്ടുണ്ടോ, വല്ലതും നാസിഖ് ചെയ്യുന്ന എഴുത്തുകാരനിൽ നിന്നിട്ട് കൂടിപ്പോയിട്ടുണ്ടോ, കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ശരിക്കും ഇൽമിയായ വിജ്ഞാനപരമായ പഠനം നടത്തിയിട്ടാണ് അതൊക്കെ അവിടെ അതിന് ആധികാരികത ലഭിക്കുക. ആ ആധികാരികത ലഭിച്ച ശേഷമാണ് അത് പിന്നെ കമ്പ്യൂട്ടറീകരിക്കുക. വളരെ വലിയൊരു അറിവാണ്. ഇത് വളരെ പ്രയാസം തോന്നും, നമുക്ക് തന്നെ പ്രയാസം തോന്നുന്നുണ്ട് ഹദീസുകളെ നിഷേധിക്കുന്ന ഇത് കാണുമ്പോൾ. അപ്പോൾ ഇത്തരം ജോലികളിലൊക്കെ ഏർപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് മൗലവി ഈ ഹദീസ് നിഷേധത്തെ കാണുമ്പോൾ മനസ്സിൽ പ്രയാസം തോന്നാറുണ്ടല്ലേ? അപ്പോൾ നിഷേധം യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ആവണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ്, തുതിഊഹു തഹ്തദു. റസൂലുള്ളാഹിനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹിദായത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം തന്നെ എന്താണ്? റസൂലുള്ളാഹിനെ അനുസരിക്കലാണ്. അപ്പോൾ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമാ അതാക്കും റസൂൽ ഫഹദു, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഒമാ നഹാക്കും അൻഹു ഫന്തഹു, നിങ്ങളെ തൊട്ട് എന്തിനെ വിരോധിച്ചു അത് നിങ്ങൾ ഒഴിവായി നിൽക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുക എന്നതാണ് ഹദീസ്. അതുകൊണ്ട് തന്നെ 70ഓളം ആയത്തുകൾ നിഷേധിക്കേണ്ടി വരുന്നു ഹദീസ് നിഷേധിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധികളെക്കുറിച്ച് ഞാൻ പറയൽ ഖുർആൻ നിഷേധികളാണ്, അവർ ഹദീസ് നിഷേധികളല്ല യഥാർത്ഥത്തിൽ. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. മൗലവി ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യുന്നു. എന്താണ് ആ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ചിട്ട്, എപ്പോഴാണ് അങ്ങനെ ഒരു അവസരം മൗലവി കിട്ടിയത് എന്ന് പറയാമോ? അത് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 20 കൊല്ലം ഈ പ്രൊഫസറുടെ തസ്തികയിൽ ജോലി ചെയ്ത ശേഷം ഈ ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ജോലികളൊക്കെ ആ ഇനത്തിൽപ്പെട്ടതായിരുന്നു. ശേഷം പിന്നെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് അവർ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എന്നിട്ട് ചില പണ്ഡിതന്മാരെ ഡോക്ടറേറ്റ് എടുത്തവരെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് ഞങ്ങൾ ചെന്നു. ആ ചെന്ന സന്ദർഭത്തിൽ അവിടെയുള്ളതായ ഖുർആനുമായി ബന്ധപ്പെട്ടതായ അമൂല്യ ഗ്രന്ഥങ്ങളെ ശേഖരിക്കുകയും അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുകയും ചെയ്യുക എന്നൊരു സെഷനുണ്ട്, അഷ്ഊനുൽ ഇൽമിയ്യ. അതിൽ ഞാനൊരു ഉദുവായിട്ട് അംഗമായിട്ട് അവിടെ ചേർക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്നെ ഈ 80ഓളം ഖുർആൻ ലോക ഭാഷകളിൽ പരിഭാഷ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നിട്ട് 40ഓളം പരിഭാഷകൾ അത് ഏഷ്യൻ പരിഭാഷകളാണ്. അപ്പോൾ ഏഷ്യൻ പരിഭാഷകളുടെ നേതൃത്വം എൻ്റെ കയ്യിലായി മാറി. അതായത് ആ പരിഭാഷകൾ തുടക്കം മുതൽ അവസാനം വരെ നടത്തുന്നത് ആര് നടത്തണം, എങ്ങനെ നടത്തണം, അതിൻ്റെ നിബന്ധനകളൊക്കെ എന്താണ്, ഏതൊക്കെ ഘട്ടങ്ങൾ അതിന് വിട്ടുകടന്നു, അതൊക്കെ പരിശോധിക്കലും അതിൻ്റെ ഇഷ്റാഫ് നേതൃത്വം വഹിക്കലുമാണ്. അത് കൺട്രോൾ ചെയ്യലാണ്. അത് മറ്റു രചന റിസർച്ചർ ആവുക എന്നുള്ള ജോലി ഉണ്ടല്ലോ, അതോടൊപ്പം എൻ്റെ ഈ ജോലിയും കൂടി ഉണ്ടായിരുന്നു. 12 കൊല്ലം ഖുർആൻ പ്രിൻറ്റിംഗ്, അത് റഈസ് വഹദത്ത് തർജുമാത്തിൽ ആസിവിയ്യ എന്നാണ് പറയുക. ഏഷ്യൻ ഭാഷകളുടെ തർജുമാത്തുകളുടെ പരിഭാഷകളുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്ന പേരിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്നു. ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് നിങ്ങൾ ചോദിച്ചു, അത് യഥാർത്ഥത്തിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ എന്ന ആയത്തുണ്ടല്ലോ, ഖുർആനിനെ നാം സംരക്ഷിക്കാം എന്ന് പറഞ്ഞ ആ ഭാഗം നാം തുറിച്ച് കാണുന്ന ഒരു രംഗമാണത് ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്. ആ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്സാണെന്നാണ്. അതിലത്തെ ഇഞ്ചിനുകളൊക്കെ ജർമ്മനിൽ നിന്നിട്ട് അതിനായി തയ്യാർ ചെയ്യപ്പെട്ട
പ്രയാസപ്പെട്ടതാണ്. കാരണം അത്രയും കൂടുതൽ കോപ്പി ഉണ്ടാക്കപ്പെടേണ്ടതായ ഒരു ഗ്രന്ഥ ലോകത്തിലില്ലല്ലോ. അവിടെ ഇപ്പോൾ അച്ചടിക്കുന്നത് ഞാനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ചു ഞാൻ അവിടെ ജോലി ചെയ്യുകയാണെന്ന്. ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് 4 കൊല്ലമായി. എനിക്ക് 70 വയസ്സായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒഴിവായി. 70 വയസ്സ് വരേക്കും 60 വയസ്സ് 58 വയസ്സ് വരേക്കും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. 20 കൊല്ലം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ 12 വർഷം ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തു. അപ്പോൾ ആ പ്രിന്റിംഗ് പ്രസ്സിൽ നാം എന്താ പറഞ്ഞു വന്നത്, ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൻ്റെ ഒരു സവിശേഷതയാണ്. പലപ്പോഴും ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഈ പ്രിന്റിംഗ് പ്രസ് ഒന്ന് കാണണമെന്ന്. പിന്നെ ചിലപ്പോൾ തിരക്ക് കാരണം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വിശേഷങ്ങൾ എന്താണെന്ന് മൗലവി ഒന്ന് പറഞ്ഞാൽ. അതിലിപ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട്. 400ഓളം പ്രസിദ്ധീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ വകുപ്പിലാണ് ഞാൻ ജോലി ചെയ്തത്. അതായത് ഇൽമിയായ വിജ്ഞാനപരമായ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പെട്ടെന്ന് സാധിക്കുന്നതാണെന്നൊക്കെ തോന്നും. അല്ല, അതിന് 10 ഘട്ടങ്ങൾ വിട്ട് കടന്നിട്ടാണ് ഖുർആൻ്റെ ഒരു കോപ്പി ഇറങ്ങുക. ഓരോ ഘട്ടങ്ങളിലും ഓരോ വിഭാഗത്തിനും പ്രത്യേക ജോലികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഖുർആനിൽ ഇന്ന പേജിൽ ഇന്ന തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ആരിൽ നിന്നിട്ടാണ് വന്നത് എന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ക്ലിയറാണ്. നമ്മൾ ഇത് ഇസ്ലാമിൻ്റെ ശത്രുക്കളും മിത്രങ്ങളടക്കം ഷിയായിസം പേര് നടക്കുന്നവർ അടക്കം അംഗീകാരം കിട്ടിയ കോപ്പിയാണ് ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ അച്ചടിക്കപ്പെട്ട മുസ്ഹഫിൻ്റെ കോപ്പി. കാരണം അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തതായ ആ തഹ്ഖീഖാത്തിൻ്റെ ആ പ്രവർത്തിക്കുന്നവരുടെ കഴിവുകൽപ്പും അതിനുവേണ്ടി ഉപയോഗിച്ച വിജ്ഞാനപരമായ സാമ്പത്തികപരമായ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, വിജ്ഞാനപരമായിട്ട് അതിൻ്റെ ബാക്കിൽ ഉപയോഗിച്ചതായ പ്രവർത്തകരും അതിൻ്റെ ആധികാരികത നോക്കിയിട്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന മൗലവി പറഞ്ഞല്ലോ, ഖുർആൻ ഞാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംരക്ഷിക്കുന്നു. അത് നമ്മൾ തുറച്ചിങ്ങനെ കാണുകയാണത്. 20 പരം മില്യൺ ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ കോപ്പി അവിടുന്ന് ഒരു കൊല്ലത്തിൽ ഇറങ്ങുകയാണ്. 20 മില്യൺ കോപ്പികൾ ഒരു കൊല്ലത്തിൽ വർഷം. അത് ഞാൻ അവിടുന്ന് വിട വാങ്ങിയ കൊല്ലം വരെ. അതിനുശേഷം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. പിന്നെ അതിന് ഇന്നത്തെ ടെക്നോളജിക്കലായിട്ട് ഉള്ള പുരോഗതി ഉണ്ടല്ലോ, ആ പുരോഗതി അനുസരിച്ചിട്ട് അവർ എല്ലാ നിലക്കും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ സൗദികളല്ലാത്തവർ, ഇന്ത്യക്കാർ, അങ്ങനെ എല്ലാ രാഷ്ട്രക്കാരും അവിടെ കുറേ ആളുകളുണ്ട്. എങ്ങനെ അതിൻ്റെ ഒരു ഇല്ല, ബഹുഭൂരിപക്ഷം സൗദികൾ തന്നെയാണ്. ഞങ്ങൾ ഈ സ്പെഷ്യൽ ചില കാര്യങ്ങളിൽ ഫിഖ്ഹിൽ അതായത് അവിടെയുള്ള ഇദാറത്ത് ഷൂനിൽ എൽമിയ എന്ന് പറയുന്ന വിജ്ഞാനപരമായ കാര്യങ്ങൾ കൈയാളുന്നതായ വകുപ്പിൽ എല്ലാറ്റിലും സ്പെഷ്യലിസ്റ്റ് എടുത്ത ആൾ വേണമെന്ന നിബന്ധന. അവിടെ പിന്നെ നാഷണാലിറ്റി എന്ത് നോക്കലില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സീറയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഷെയ്ഖ് സഫീർ റഹ്മാൻ മുബാറക് പൂരി. അയാൾ ഇന്ത്യക്കാരനാണ്. അയാളെ അവിടെ ഉദ്യോഗസ്ഥനാക്കി. അതുപോലെ തഫ്സീറിൽ ഈ എളിയവനെ പോലത്തെ ആൾക്കാർ, അതുപോലെ ഹദീസിൽ വേറെ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഓരോന്നിലും സ്പെഷ്യലിസ്റ്റ് എടുത്തവരെ അവിടെ ഈ വിഷയത്തിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നു. പക്ഷേ ഖുർആൻ പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്ന ആ പ്രസ് അതൊരു വേറെ അത്ഭുത ലോകമാണ്. അതിൽ വേറെ ഒരു വിഭാഗമുണ്ട്. 1700 പേര് ഞാൻ അവിടെ ജോലി ചെയ്ത കാലത്തുണ്ടായിരുന്നു. 1700 പേര് അവിടെ സൗദികളും അല്ലാത്തവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ പരിശോധിക്കുവാനും അതിന് ഓരോ കൊല്ലത്തിലും ഇറങ്ങുന്ന കോപ്പിയിലുള്ള എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലും പോരായ്മകളോ അള്ളാഹിൻ്റെ കലാമല്ലേ, അത് അതിനുള്ള ബഹുമതിയും ബഹുമാനവും ഫഹദ് രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അദ്ദേഹമാണ് അതിന് തറപാകിയത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതൊരു മഹാഹസനത്താണ്. ലോകത്തിന് മുഴുവനും ലഭിച്ചതായ ഒരു മഹാനിധിയും നേട്ടവുമാണിത്, ആ പ്രിന്റിംഗ് പ്രസ് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മദീനയിൽ സന്ദർശകർക്ക് സന്ദർശിക്കാൻ വേണ്ടി മസ്ജിദുൽ ഖുബൈലയിലേക്ക് പോകും പോലെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിലേക്കും ജനങ്ങൾ പോകുന്നു. ആയിരങ്ങൾ പോകുന്നു, ആണുങ്ങളും പോകുന്നു, പെണ്ണുങ്ങളും പോകുന്നു. എല്ലാവർക്കും ഓരോ കോപ്പി, മുസ്ഹഫിൻ്റെ കോപ്പി ഏതായാലും കിട്ടും. ചിലർക്ക് പരിഭാഷയും കിട്ടും. ഈ മൗലവി പറഞ്ഞല്ലോ 40ഓളം ഏഷ്യൻ ഭാഷകൾ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ഭാഷ വരെ നമ്മുടെ നാട്ടിലുള്ള മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കുവിലുണ്ട്, ഉറുദുവിലുണ്ട്, ഹിന്ദിയിലുണ്ട്, കന്നഡയിലുണ്ട്, കർണാടക ഭാഷയിൽ. ഇങ്ങനെ 6 ഭാഷയിൽ ഇതോടുകൂടി അച്ചടിച്ച് കഴിഞ്ഞു അവിടെ. അതല്ലാതെ ലോക ഭാഷകളിൽ ചൈന, റഷ്യ, അമേരിക്ക പോലത്തെ ലോക ഭാഷകളിൽ പരിഭാഷകൾ അവിടെയുണ്ട്. അതിൽ ഏഷ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന ഏഷ്യയിലാണല്ലോ.
ഏഷ്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ളതും. അതുകൊണ്ട് തന്നെ ഏഷ്യയിലുള്ളതായ ഭാഷകളാണ് ഏറ്റവും 40ഓളം പരിഭാഷ ഏഷ്യൻ ഭാഷകളിലാണ്. ബാക്കിയുള്ള പരിഭാഷകൾ ലോക ഭാഷകളിലാണ്. ഈ മലയാളത്തിലുള്ളത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് ഞാൻ തന്നെയാണ് പരിശോധിച്ചത്. എൻ്റെ പേരുണ്ടാവും ആ പരിഭാഷയിൽ. കുഞ്ഞു മുഹമ്മദ് പരപ്പൂരുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. മൗലവി, നമ്മുടെ സമയം അവസാനിച്ചതായിട്ട് ഇവിടെ സൂചിക ടൈം ബോർഡിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. ബഹുമാന്യനായ അഷ്റഫ് മൗലിയെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.